അടിമാലി ഇരുമ്പുപാലത്ത് പ്രവർത്തിച്ചു വരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്നിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. ബാങ്ക് മറ്റൊരിടത്തേക്ക് മാറ്റിയാൽ അത് ആളുകൾക്ക് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടിന് ഇടവരുത്തുമെന്നാണ് വാദം. ഈ നീക്കം ബാങ്ക് അധികൃതർ ഉപേക്ഷിക്കണമെന്നും ഇല്ലാത്തപക്ഷം സമരത്തിന് രൂപം നൽകുമെന്നും ജനകീയ സമിതി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന പ്രധാന ടൗണുകളിലൊന്നാണ് ഇരുമ്പുപാലം. ഇരുമ്പുപാലം ടൗണിൽ ഏറെ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് നിലവിൽ പ്രവർത്തിക്കുന്നിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുവാൻ നീക്കം നടക്കുന്നുവെന്നും അങ്ങനെ വന്നാൽ അത് ഇടപാടുകാർക്ക് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടിന് ഇടവരുത്തുമെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ബാങ്കുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തിക്കണമെന്ന മാനദണ്ഡം വന്നതോടെ നിലവിൽ പ്രവർത്തിക്കുന്നതിന് സമീപം തന്നെ സൗകര്യപ്രദമായ കെട്ടിടം നൽകാൻ ഉടമ തയ്യാറായിട്ടും ചില ഉദ്യോഗസ്ഥരുടെ വ്യക്തി താൽപര്യം മുൻനിർത്തി ടൗണിൽ നിന്നും 1 കിലോമീറ്ററോളം ദൂരത്തേക്ക് ബ്രാഞ്ച് മാറ്റാൻ നീക്കം നടക്കുന്നുവെന്ന് ജനകീയ സമിതി അടിമാലിയിലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളോട് പറഞ്ഞത് വേണമെങ്കിൽ ആദിവാസി മേഖലയിൽ എവിടെയെങ്കിലും ഒരു സബ് സെന്റർ ഇതിന് തുടങ്ങാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ അവിടെ മൊബൈൽ സൗകര്യങ്ങളോ കറണ്ടോ അല്ലെങ്കിൽ ആ ആനയുടെ ശല്യങ്ങൾ ഇങ്ങനെയെല്ലാം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളോട് വളരെ ഒരു അനുകമ്പാപൂർവമല്ലാതെ അതവിടെ നിന്ന് മാറ്റണമെന്നുള്ള ഒരു ഉറച്ച ധാർഷ്ട്യത്തോടെ ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും അവിടെ അനുയോജ്യമായ സ്ഥലം കണ്ടു, അവിടെ ഒരു ലീഗൽ അഡ്വൈസറാണ് ഇനി കാര്യങ്ങൾ നടത്തുന്നത്, ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല ഇത് പോയി, ഇനി അതുമായി നിങ്ങൾ മുൻപോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള രൂപത്തിലാണ്. ടൗണിൽ നിന്നും ബാങ്ക് ദൂരത്തേക്ക് മാറ്റപ്പെട്ടാൽ വിവിധയിടങ്ങളിൽ നിന്ന് ഇടപാടുകൾക്ക് എത്തുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വീണ്ടും മറ്റൊരു വാഹനം പിടിച്ച് ബാങ്കിലെത്തേണ്ട സ്ഥിതി ഉണ്ടാകും. ഇത് സമയനഷ്ടത്തിനൊപ്പം സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകും. മുമ്പ് ടൗൺ വികസനത്തിന് കരുത്തായി നിന്ന ബാങ്ക് ഓഫീസ് ടൗണിൽ നിന്ന് മാറ്റപ്പെട്ടാൽ വ്യാപാരത്തെയും വികസനത്തെയും അത് പ്രതികൂലമായി ബാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നീക്കം ബാങ്ക് അധികൃതർ ഉപേക്ഷിക്കണമെന്നും ഇല്ലാത്തപക്ഷം സമരത്തിന് രൂപം നൽകുമെന്നും ചാണ്ടി പി അലക്സാണ്ടർ, ബേബി അഞ്ചേരി, ഡെന്നി തോമസ്, കെ രാജൻ, ജോജി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി.